ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് AI ഉപയോഗിച്ചിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ AI മോഡലിനെ ചൂസ് ചെയ്യണം. ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് 3.1 Pro അഡ്വാൻസ്ഡ് റീസണിംഗ്. ഇനി ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഇമേജ് ജനറേറ്റ് ആവുന്നത്. ജനറിക് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇമേജ് ജനറേറ്റ് ആവും, പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ വിചാരിച്ച തരത്തിലുള്ള ഒരു ഇമേജ് ആവില്ല ജനറേറ്റ് ആവുന്നത്. ഞാനിവിടെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻ ഓൾഡ് വുമൺ. ഇപ്പോൾ എനിക്ക് ജെമിനായി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു വയസ്സായ ഒരു വൃദ്ധയുടെ ഇമേജ് ആയിരിക്കും. എൻ്റർ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് കുറച്ച് സമയത്തിനകം ഇമേജ് ജനറേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു വൃദ്ധയുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല, ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് ആക്ഷൻസോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഇമേജ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഓൾഡ് വുമന്റെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഇമേജിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എനിക്ക് ഈ ഒരു ഓൾഡ് വുമൺ ഒരു ബെഡ്റൂമിലായിരിക്കണം, അതുപോലെ അവർ ബെഡിലിരുന്ന് വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കുന്ന ഒരു ഇമേജ് ആണ് എനിക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് വേണ്ട ഇമേജ് എങ്ങനെയാണോ ആ ഇമേജിന്റെ കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ഇമേജ് ജനറേറ്റ് ആവുക. ഞാൻ വീണ്ടും ഈ ഒരു പ്രോംപ്റ്റിനെ റീറൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻ ഓൾഡ് വുമൺ സിറ്റിംഗ് ഓൺ എ ബെഡ് ഇൻ ബെഡ്റൂം ആൻഡ് വാച്ചിങ് ത്രൂ വിൻഡോ where the kids are playing. പ്രോംപ്റ്റ് കൊടുക്കുന്നതിൽ നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാം, മലയാളം ഉപയോഗിക്കാം. നമുക്കറിയുന്ന ഏത് ഭാഷ വെച്ച് വേണമെങ്കിലും നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുക്കാവുന്നതാണ്. ഇംഗ്ലീഷിൽ തന്നെ പ്രോംപ്റ്റ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കാവുന്നതാണ്. ഇതിനനുസരിച്ചായിരിക്കും ഇനി ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും ഇവിടെ ഈ ഒരു പ്രോംപ്റ്റിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഇമേജ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു വൃദ്ധ ജനലിലൂടെ കുട്ടികൾ കളിക്കുന്നത് മൂക്കുക എന്നുള്ള ഒരു പ്രോംപ്റ്റാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഇമേജിന്റെ ഏത് രീതിയിലുള്ള സ്റ്റൈല് വേണം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇതൊരു കാർട്ടൂൺ ആണോ, അല്ലെങ്കിൽ 3D ഇമേജ് ആണോ, അല്ലെങ്കിൽ മറ്റ് ഒരു സ്റ്റൈലാണോ വേണ്ടത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു റിയലിസ്റ്റിക് ഇമേജ് ആണ് ഇവിടെ ജനറേറ്റ് ആയിട്ടുള്ളത്. ഇനി എനിക്കിത് ഒരു 3D ഇമേജ് ആയിട്ട് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രോംപ്റ്റിനെ ഒന്നുകൂടെ കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എനിക്ക് വേണ്ട സ്റ്റൈലിന് പറഞ്ഞു കൊടുക്കും. ഇവിടെ നമ്മുടെ പ്രോംപ്റ്റിന്റെ കൂടെ ഏത് സ്റ്റൈലിലാണ് നമ്മളുടെ ഇമേജ് ജനറേറ്റ് ആകേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രോംപ്റ്റ് സബ്മിറ്റ് ചെയ്യാം. പ്രോംപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് നമ്മളുടെ പ്രോംപ്റ്റിനെ നമ്മൾ കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് AI ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. ജനറൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ഇമേജ് ആണ് ക്രിയേറ്റ് ആവുന്നുണ്ടാവുക. അതല്ല നമ്മളുടെ ലൊക്കേഷൻ ഏത് രീതിയിലുള്ള ഇമേജ് ആണ് വേണ്ടത് എന്നാണെങ്കിൽ ആ ഇമേജിന്റെ ലൊക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട്, സ്റ്റൈൽ എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതോടുകൂടി പ്രോംപ്റ്റിൽ നിന്ന് നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി ആ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് പ്രോംപ്റ്റിൽ ഓൾട്രേഷൻ വരുത്തിയിട്ട് നമുക്ക് ഇമേജിനെ നമുക്ക് വേണ്ട രൂപത്തിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കറൻ്റ്ലി നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ജെമിനായി ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു ഫ്രീ ഇമേജ് ജനറേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ഫ്രീ ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ChatGPTയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായി പോർട്ടലിംപോ ഫോളോ ചെയ്യുക.